നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷന്റെ വേഗത നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാം കുറയ്ക്കാം. അതിനുള്ള ചില മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു, 5 മാർഗങ്ങൾ പറഞ്ഞു. അത് ഒന്ന് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന എലമെന്റ്സിന്റെ ക്യാരക്ടർ, അതായത് നേച്ചർ ഓഫ് എലമെന്റ്സ്, നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. രണ്ടാമത്തേത് എന്താണ്? കോൺസെൻട്രേഷൻ, ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഗാഢത അഥവാ കോൺസെൻട്രേഷൻ. മൂന്നാമത്തേത് അതിന്റെ സർഫേസ് ഏരിയ അഥവാ പ്രതല പരപ്പളവ്. ഏരിയ കൂടുന്തോറും രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടും, കുറയും തോറും രാസപ്രവർത്തനത്തിന്റെ വേഗത കുറയും. നാലാമത്തേത് ടെമ്പറേച്ചർ, അതായത് താപം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു രാസപ്രവർത്തനം നടക്കാവുന്ന അതിന്റെ ഗതികോർജത്തിലേക്ക് പെട്ടെന്ന് എത്തുകയും അത് ആ ഗതികോർജത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ത്രെഷോൾഡ് എനർജി എന്നാണ്. അതിലേക്ക് എത്തുകയും രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുകയും ചെയ്യും. ഏറ്റവും അവസാനത്തേതായിട്ട് നമ്മൾ പറഞ്ഞത് ഉൽപ്രേരകമാണ്, കാറ്റലിസ്റ്റ്. അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കളുടെ പ്രവർത്തന വേഗത കൂട്ടുക. ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കളെ ഇപ്പൊ നമ്മൾ അന്ന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, എന്താണ്, വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോ അതിൽ ഈസ്റ്റ് ചേർക്കുന്ന കഥ പറഞ്ഞു. ഈസ്റ്റ് ചേർക്കുന്ന കഥ പറഞ്ഞു. അത് എന്താ, രാസപ്രവർത്തനം പെട്ടെന്ന് വേഗത്തിലാക്കാൻ, ആ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് മാവ് പൊന്താനായിട്ട് ചേർക്കുന്ന സാധനമാണ്. അതിന് ഉൽപ്രേരകം എന്നാ പറയാം. അപ്പൊ ഇങ്ങനെ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പഞ്ചസാര, ഉപ്പ്, മണ്ണെണ്ണ, ഈസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ അതല്ല. നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് ശരിക്കുള്ള ഒറിജിനൽ എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യുന്നുള്ളതാണ് പറയാനുള്ളത്. അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, കാണാനുണ്ടല്ലോ നിങ്ങൾക്ക് കുട്ടികളെ? ഇതാട്ടാ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇംഗ്ലീഷാണ് ഞാനിവിടെ കാട്ടിയുള്ളത്. മലയാളികൾ മലയാളം ബുക്ക് എടുക്കുക. എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷന്റെ വേഗത, രാസപ്രവർത്തനത്തിന്റെ വേഗത. അതായത് വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനം, അതാണ് റേറ്റ് എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ 2 സെക്കൻഡിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനം, അതാണ് വേഗത. ഓക്കെ, അപ്പോ ഇവിടെ you might have observed a wide variety of chemical reaction in your daily life. Some of these reactions are given below. Expand the list. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ രാസപ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെന്നാ പറയുന്നത്. ഏതൊക്കെയാണ് അതിന് ഉദാഹരണം പറയുന്നത്? ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറക് കത്തുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇതൊക്കെ രാസപ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി പറയുന്നു, ഡു ദീസ് റിയാക്ഷൻ ഒക്കർ അറ്റ് ദ സെയിം റേറ്റ്? ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലാണോ നടക്കുന്നത്? അല്ല. Are these situations where the speed of chemical reaction is to be increased or decreased? Have you ever thought of reducing the rate of rusting of iron considerably? Similarly, don't we wish to firewood in burn faster? What are the methods usually adopted to make firewood burn faster? അപ്പൊ ഇവിടെ പറയുന്നത്, ഈ പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ എന്നാണ്. ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ ഇരുമ്പ് തുരുമ്പിടിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിന്റെ വേഗത ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറില്ലേ? സൈക്കിളൊക്കെ തുരുമ്പിടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നാശം പിടിച്ച തുരുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. തുരുമ്പ് വരുമ്പോ നമുക്കൊരു വിഷമം തോന്നാറില്ലേ സൈക്കിളിൽ തുരുമ്പ് വരുമ്പോ? അപ്പൊ തുരുമ്പ് വരാതിരിക്കാൻ എന്താ ചെയ്യാറ് നിങ്ങള്? സൈക്കിളുമേ പെയിന്റ് അടിക്കും, ഇടയ്ക്ക് ഡീസൽ കൊണ്ട് തുടയ്ക്കും തുരുമ്പൊക്കെ വന്നാൽ, അല്ലെ? മണ്ണെണ്ണയൊക്കെ ഇട്ടിട്ട്
യെസ്, അതന്നെ. അങ്ങനെ നമുക്ക് അതിന്റെ വേഗത കുറയ്ക്കാം. അതേപോലെ വിറക് അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കുമ്പോൾ വിറക് കത്താതെ ആവുമ്പോൾ നമ്മള് വിഷമിക്കാറില്ലേ? വിറക് പെട്ടെന്ന് കത്താനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ആലോചിക്കാറുണ്ടോ? എന്ത് ചെയ്യും? മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാറുണ്ട്. ശരി. മണ്ണെണ്ണ ഒഴിക്കണേ, മണ്ണെണ്ണ ഊതുക. ഇവിടെ തന്നിരിക്കുന്ന കാരണം ഊതുകയാണ്. പ്രൊവൈഡ് മോർ എയർ. ഊതുമ്പോ നല്ലോണം എയർ കിട്ടുമ്പോ അത് കത്തുന്ന പറയണത്. ഇനി മണ്ണെണ്ണേനെ കാട്ടി ഏറ്റവും നല്ല പരിപാടി ഞാൻ പറഞ്ഞിട്ടെ. ഞാൻ മാഷത്തെ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യം, വിറക് കത്തിക്കാനായിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ പപ്പടം കാച്ചുക അല്ലെങ്കിൽ മീൻ വറക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ എണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ. ഈ എണ്ണ നിങ്ങളുടെ വീട്ടിൽ എണ്ണ ഉണ്ടാവാറുണ്ട്? അങ്ങനത്തെ എണ്ണ ആ എണ്ണ എന്താ ചെയ്യാറ്? തുണിയിൽ മുക്കിയിട്ടായിരിക്കും. അത് അക്രമായി. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങള് വിറകും ഒഴിച്ചു കൊടുക്കും. അതെ. തന്നെ അതന്നെ, ഗംഭീരായി. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലേ? അതൊക്കെ എണ്ണ വേസ്റ്റ് ആവാതിരിക്കാനുള്ള ഒരു മാർഗങ്ങളാട്ടാ ഞാൻ പറയുന്നത്. നമ്മള് എണ്ണ എണ്ണ രണ്ടാമത് ഉപയോഗിച്ചാൽ കേടാ, ശരീരത്തിന് കേടാ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ നല്ലത്. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞ 5 മാർഗങ്ങൾ ഇതാ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ മാർഗം, നേച്ചർ ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ സ്വഭാവവും അതുപോലെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റും, രാസപ്രവർത്തനത്തിന്റെ വേഗതയും. നോക്കൂ, ആർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് മഗ്നീഷ്യം വിത്ത് ഡൈല്യൂട്ട് HCl the same? Let us do an experiment. അതായത് നമ്മൾ നേർപ്പിച്ച HCl, ഡൈല്യൂട്ട് HCl. നേർപ്പിച്ച HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl ഇത്തിരി വെള്ളം ചേർത്താൽ അത് നേർപ്പിച്ചതായി. കേൾക്കണ്ട? HCl എന്ന് പറഞ്ഞ എന്താ സാധനം? ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. അതിലിത്തിരി വെള്ളം ചേർത്താൽ അത് നേർപ്പിച്ച HCl ആയി. അപ്പോ അതില് സിങ്കും മഗ്നീഷ്യവും നമ്മൾ ഇട്ടാൽ അത് ഒരേപോലെ, അതായത് സിങ്ക് ഇട്ടു പിന്നെ മഗ്നീഷ്യം ഇട്ടു, ഇതിന്റെ രണ്ടിന്റെയും പ്രവർത്തനം ഒരുപോലെയാണോ എന്നാണ് ചോദ്യം. ഇതൊന്ന് നടത്തി നോക്കാനാ പറയണത്. ശ്രദ്ധിക്കുക, സിങ്ക് ഇട്ടു മഗ്നീഷ്യം ഇട്ടു, ഇത് രണ്ടും ഇട്ടാൽ ഇതിന്റെ രണ്ടിന്റെയും പ്രവർത്തനം ഒരുപോലെ അല്ല. ഇതില് മഗ്നീഷ്യം എന്താണെന്നാ പറയണത്? വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നാ പറയണത്. ഏതാ വേഗത്തിൽ പ്രവർത്തിക്കുക? മഗ്നീഷ്യം എന്നാ പറയുന്നത്. ഇത് രണ്ടിന്റെയും പ്രവർത്തനം isn't necessary to take Zn and Mg the almost the same size. ഒരേപോലെ തന്നെയാണോ ഇത് രണ്ടും പ്രവർത്തിക്കാറുള്ളത് എന്നാണ് ചോദ്യം. അല്ല, സിങ്കിനേക്കാൾ പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് ആരാണത്രേ? മഗ്നീഷ്യമാണ്. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിന് നമ്മൾ ഉപ്പും പഞ്ചസാരയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വെള്ളത്തിൽ കലക്കുമ്പോ ആദ്യം ടേസ്റ്റ് വരെ ഏതിന്റെയാ? ഉപ്പിന്റെയാണ് അല്ലെ? അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ദ നേച്ചർ, അവിടെ സ്വഭാവം മാറുന്നതിനനുസരിച്ചിട്ട് രാസപ്രവർത്തനത്തിന്റെ വേഗത വ്യത്യാസം വരുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. അതെ, ഇവനെ ഒരു മിനിറ്റ് ഒന്ന് ശബ്ദം കുറയ്ക്കും. ഹെഡ്സെറ്റ് ഉണ്ടോ കയ്യില്? ശബ്ദം കുറച്ചാൽ ഹെഡ്സെറ്റ് തരാം. ഞാൻ ശബ്ദം കുറച്ച് ആക്കി, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് തരാം. അതാ അത് വെച്ച് ഉപയോഗിച്ചോ. ചാപ്റ്റർ ഇത് ടോപ്പിക് തന്നെ ആവണം. ഞാനത് എനിക്ക് ശബ്ദം കൊണ്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോ മഗ്നീഷ്യവും സിങ്കും എന്താണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ അതിൽ മഗ്നീഷ്യമാണ് പെട്ടെന്ന് പ്രവർത്തിക്കുക, സിങ്ക് വളരെ സ്ലോവിലാണ് പ്രവർത്തിക്കുക. അപ്പോ ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് Zn ആൻഡ് Mg ഇൻ ദ നോക്കുക. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ലെറ്റ് us do an experiment. ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. വാട്ട് ആർ ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെന്റ് നടത്താൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? നമുക്ക് വേണ്ടത് മഗ്നീഷ്യം, സിങ്ക്, സിങ്ക് റിബൺ, പിന്നെ ഡൈലൂട്ടഡ് HCl, പിന്നെ ടെസ്റ്റ് ട്യൂബ്, 2 ടെസ്റ്റ് ട്യൂബും വേണം. 2 ടെസ്റ്റ് ട്യൂബ് വേണം. അത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. ഞാൻ അവിടെ എഴുതിയതൊക്കെ കാണാണ്ട നിങ്ങൾക്ക്. അപ്പൊ 2 ടെസ്റ്റ് ട്യൂബും വേണം കേട്ടാ.
അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരീക്ഷണം നടത്താം. മിനിറ്റ്. ടു ടെസ്റ്റ് ട്യൂബ്സ് ഞാൻ അവിടെ എഴുതിയിട്ടാ, കാണാലേ? ഇനി isn't necessary to take Zn and Mg in almost same size. Zn ഉം H നമ്മൾ രണ്ടും താരതമ്യം ചെയ്യാൻ പോവാണ്. താരതമ്യം ചെയ്യാൻ പോകുമ്പോൾ Zn ഉം Mg യും ഒരേ അളവിൽ വേണ്ട എടുക്കാൻ. അപ്പൊ നോട്ട് ഡൗൺ ദ പ്രൊസീജിയർ ഓഫ് ദിസ് എക്സ്പെരിമെന്റ്. പുട്ട് Mg റിബൺ ഇൻ ഡൈലൂട്ടഡ് H. അപ്പോ നമ്മളോട് പറയാം ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ. നമ്മൾ എന്താ ചെയ്യണത്? ആദ്യം Mg റിബൺ എന്ത് ചെയ്യണം? ഡൈലൂട്ടഡ് HCl ഇടുക. അതിനുശേഷം രണ്ടാമത്തെ, അതായത് 2 ടെസ്റ്റ് ട്യൂബില് HCl ഒഴിക്കുക. ഒഴിച്ചിട്ട് ആദ്യം ഒന്നാമത്തേല് ആദ്യം Mg റിബൺ ഇടുക, പിന്നെ രണ്ടാമത്തേല് Zn റിബൺ ഇടുക. അപ്പോ വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ആവി വരും പുറത്തേക്ക്. അത് ഏത് വാതകമാണത്? ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജൻ ആണോ എന്ന് അറിയാനുള്ള പരീക്ഷണമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു വാതക ഹൈഡ്രജൻ ആണോ എന്ന് എങ്ങനെ അറിയാം? തീപ്പെട്ടിക്കുള്ളി ഉരച്ച് കത്തിച്ചു നോക്കിയാ പോരെ? ഒരു പോപ്പ് ശബ്ദത്തോട് കൂടിയിട്ടാണ് കത്തുന്നതെങ്കിൽ അതെന്താണ് സാധനം? വരുന്ന സാധനം എന്താ? ഹൈഡ്രജൻ ആണ്. അതുപോലെ ഇനി അടുത്തത് ട്രൈ ടു റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. നോക്കുക, ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം സിങ്ക് നമ്മൾ അതിൽ മുക്കിയപ്പോൾ ഉണ്ടായത് നോക്കുക, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താ അത് എഴുതി വെക്കാം കേട്ടോ. Zn plus HCl gives ZnCl plus എന്താ ഒന്നുകൂടി പറഞ്ഞേ? ഇവിടെ ഇത് ഫുൾ ആയിട്ടില്ല. ഇവിടെ 2 എഴുതിയിട്ടില്ല. ഒരു മിനിറ്റ്, അത് ഇക്വേറ്റ് ചെയ്തിട്ടില്ല. 2HC അല്ലേ? Cl2 H2 ഉണ്ട്. ഞാൻ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. കാണാല്ലേ അത്? 2HCl ZnCl2. ഇനി എക്സ്പെരിമെന്റ് 2 അല്ലെ Mg ആണ്, മഗ്നീഷ്യം ആണ്. അത് 2HCl Mg plus 2HCl gives ഓക്കെ H2. ഇവിടെ H2 ഉണ്ട് കേട്ടോ ഇതിൽ. ഓക്കെ, ഇനി അടുത്തത് ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് വാസ് ദ റിയാക്ഷൻ ഫാസ്റ്റർ? ഏതിലാ? Mg. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് യൂസ്ഡ് ഇൻ ദീസ് എക്സ്പെരിമെന്റ്? ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആസിഡിന്റെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോ. വാട്ട് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഹിയർ? ഇവിടെ റിയാക്ഷന്റെ റേറ്റിനെ സ്വാധീനിച്ച ഘടകം എന്താണ്? നേച്ചർ ഓഫ് റിയാക്ടൻസ്. അപ്പോ അതിവിടെ എഴുതിയിട്ടുണ്ട്. നേച്ചർ ഓഫ് റിയാക്ടന്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. പഠിക്കുക. ഓക്കെ, അതായത് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്താ? റിയാക്ടന്റിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താ? കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും അതിന്റെ ഗാഢതയും. അടുത്ത പരീക്ഷണം ഇതാ. വി ഹാവ് ഫൗണ്ട് ദാറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ നേച്ചർ ഓഫ് റിയാക്ടന്റ് ഓൺ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. Now let us see the relationship between concentration of reactant and rate of chemical reaction. നോക്കൂ, അഭികാരകങ്ങളുടെ ഗാഢതയും രാസപ്രവർത്തനത്തിന്റെ വേഗതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്കാണ് ഇനി വരുന്നത്. നോക്കൂ, എക്സാമിൻ ഹൗ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl or different concentration. നോക്കിയേ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഏതൊക്കെയാ? വാട്ട് ആർ ദ മെറ്റീരിയൽ റിക്വയർഡ്? എന്തൊക്കെയാ വേണ്ടത്? ടു ടെസ്റ്റ് ട്യൂബ്സ് അല്ലേ? അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അഭികാരകം എന്ന് പറഞ്ഞാൽ അതില് മഗ്നീഷ്യം മാത്രം മതി. സിങ്ക് എടുക്കുന്നില്ല, മഗ്നീഷ്യം മാത്രം.
പക്ഷെ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 തരത്തിലുള്ളത് എടുക്കുന്നുണ്ട്. ഏതൊക്കെയാ 2 തരം? കോൺസെൻട്രേറ്റഡും ഡൈലൂട്ടഡും. അപ്പോ ഒരു ടെസ്റ്റ് ട്യൂബിൽ കോൺസെൻട്രേറ്റഡ് ഒഴിക്കുന്നു, മറ്റതിൽ ഡൈലൂട്ടഡ് ഒഴിക്കുന്നു. എന്നിട്ട് രണ്ടിലും നമ്മൾ മഗ്നീഷ്യം ഇടുന്നു. അപ്പോ നോക്കൂട്ടാ, വീണ്ടും എന്താ മഗ്നീഷ്യം റിബൺ ഇടുന്നു. ഓക്കെ, isn't it necessary to have magnesium ribbon of equal mass? ഇതിൽ നമ്മൾ ഇടേണ്ട മഗ്നീഷ്യം റിബൺ അത് ഒരേ അളവിലുള്ളതല്ലേ ആവാൻ പാടുള്ളൂ. അപ്പൊ യെസ്, അവിടെ നമ്മൾ കൊടുക്കും. വാട്ട് അബൌട്ട് വോളിയം ഓഫ് HCl? HCl വോളിയം എന്താ? ഈക്വൽ. ഓക്കെ, ഈക്വൽ ആയിരിക്കണം. അപ്പൊ അത് വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് ഈക്വൽ, അതും അത് ഈക്വൽ ആയിരിക്കണം. ഇവിടെ യെസ് എഴുതി വെച്ചുള്ളൂ അല്ലെ. ഈസ് ഇൻ നെസറി ടു ഹാവ് മഗ്നീഷ്യം റിബൺ ഈക്വൽ മാസ്? യെസ്. അപ്പൊ അടുത്തേനോ എന്ത് എഴുതും? ഈക്വൽ. ഓക്കെ, ഇനി take a magnesium ribbon of equal mass in both test tube, add concentrated HCl to one test tube and dilute HCl to the other in equal volume. Then നോക്കൂ, ആ പരീക്ഷണം നടത്തിയിട്ട് അവരിതാ ആ 2 ടെസ്റ്റ് ട്യൂബ് നിങ്ങളുടെ മുൻപിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ 2 ടെസ്റ്റ് ട്യൂബ് നോക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്? നിങ്ങൾ കാണുന്ന കാഴ്ച പറയും. അതായത് ഒന്ന് ഫാസ്റ്റർ ആയി എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? നിങ്ങൾ നോക്കിയിട്ട് കണ്ടത് പറയും. അല്ല, ഫാസ്റ്ററും സ്ലോ ആണോ എന്നുള്ളത് എങ്ങനെയാ നമ്മൾ പറയാ? നമ്മള് കണ്ട കാഴ്ച പറയും. അതാണ് പറയേണ്ടത്. ഒന്നാമത്തേല് മോർ ബബിൾസ്, മോർ ആൻഡ് ബിഗ് ബബിൾസ് അല്ലേ? നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഒന്നാമത്തേല് മോർ ആൻഡ് ബിഗ് ബബിൾസ് ആണെങ്കിൽ രണ്ടാമത്തേല് നിങ്ങൾ കണ്ടിട്ട് പറയും. കാണാതെ പഠിച്ചത് പറയല്ലേ. രണ്ടാമത്തേല് ചെറിയ ബബിൾസും കുറച്ചുള്ളൂ. അപ്പൊ അതിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തേതില് രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുതലാണ് അല്ലെ, രണ്ടാമത്തേതിൽ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ കാണുന്ന കാഴ്ച എന്താന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ബബിൾസ് മോർ ഇൻ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ്, നമ്പർ ഓഫ് ബബിൾസ് ലെസ് ഇൻ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ഇനി ടെസ്റ്റ് ട്യൂബ് 1 എന്താ? നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ കാഴ്ച, നിങ്ങൾ കണ്ടത് എന്താ? ടെസ്റ്റ് ട്യൂബ് 1 എന്താ? മോർ ബബിൾസ്. ഇനി റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ ഓപ്പൺ ടെക്സ്റ്റിൽ അല്ലേ? അപ്പൊ റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് ഇക്വേഷൻ എന്താ? Mg + 2HCl, MgCl2 ഇനി in which test tube the rate of reaction greater? Test tube 1. Which test tube contain more HCl molecules per unit volume? ഏതിലാണ് HCl മോളിക്യൂൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്? ടെസ്റ്റ് ട്യൂബ് 1. ശരിയല്ലേ? An increase in number of molecules lead to increase in rate of reaction. Let us see reason for. അപ്പോ ഇവിടെ പറയുന്ന നമ്മൾ ഇനി പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വിട്ടുപോയതാണ് പറയാൻ. നോക്കുക, ഇവിടെ എന്തുകൊണ്ട് ഒന്നാമത്തേതില് ഇവിടെ കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടി? അതിനൊരു കാരണം ഇവർ പറയുന്നത്, as the concentration of reactant increase, number of molecule per unit volume, a number of effective collision increases. Consequently, rate of reaction increases. എന്താ പറയണത്? as the concentration of reactant increase, അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ ഗാഢത കൂടുമ്പോൾ number of molecule per unit volume and number of effective collision. ആ വാക്ക് ശ്രദ്ധിക്കുക. എന്താണ് ഇഫക്റ്റീവ് കൊളീഷൻ? ഇഫക്റ്റീവ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ കൂട്ടിമുട്ടലുകൾ എന്നാണ് മലയാളത്തിൽ പറയാം. മലയാളം ബുക്ക് മലയാളികള് നോക്കിയ ആ വാക്ക് കാണണ്ട. ഫലപ്രദമായ കൂട്ടിമുട്ടൽ എന്നാണോ? ഫലപ്രദമായ കൊളീഷൻ എന്നാണോ? ശ്രീരാഗെ എന്തെന്നാ ബുക്കിൽ എഴുതിയുള്ളത്? കൊളീഷൻ എന്നാണോ അതോ കൂട്ടിമുട്ടൽ എന്നാണോ എഴുതിയുള്ളത്?
എന്തത് ബുക്കൊന്നും എടുത്തിട്ടില്ലേ? ശ്രീരാഗ് കേൾക്കണ്ട? പലവക കൂട്ടിമുട്ടല. അതെന്ത് കൂട്ടിമുട്ടല? പലവക കൂട്ടിമുട്ടല് ഫലപ്രദമായ കൂട്ടിമുട്ടൽ എന്നല്ലേ? ഫലവത്തായ കൂട്ടിമുട്ടൽ. അത് ഓക്കെ, ഫലവത്തായ കൂട്ടിമുട്ടൽ. അപ്പോ എന്താണ് ഈ ശ്രദ്ധിക്കൂ, ഫലവത്തായ കൂട്ടിമുട്ടൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടിയും പറയാട്ടാ, ശ്രദ്ധിക്കുക, ഒന്നും കൂടിയും പറയാം. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എല്ലാ സബ്സ്റ്റാൻസിനും എല്ലാ ആറ്റങ്ങളും കെമിക്കൽ റിയാക്ഷന് വിധേയമാകണമെന്നില്ല. കെമിക്കൽ റിയാക്ഷന് വിധേയമാകുന്ന ആറ്റങ്ങൾ ഒരു പ്രത്യേക ഊർജ നിലയിൽ എത്തുന്ന ആറ്റങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്ന? ഈ പ്രത്യേക നിലയിലേക്ക് എത്തിയ ആ ആറ്റങ്ങളെ നമ്മൾ പറയാ അവയുടെ ത്രഷോൾഡ് എനർജി എന്ന് പറയാം. ആ ഊർജ നിലയിലേക്ക് എത്തിയാൽ ആ ഊർജ നിലയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ത്രഷോൾഡ് എനർജി എന്നാണ്. ഓർമ്മ ഉണ്ട് അത്? ത്രഷോൾഡ് എനർജി. ആ ത്രഷോൾഡ് എനർജിയിൽ എത്തുന്ന ആറ്റങ്ങൾ മാത്രമേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം ഒന്ന് പറയുന്നു. ഇനി ആ ത്രഷോൾഡ് എനർജിയിൽ എത്തിയ മാത്രം പോരാ, ഈ ആറ്റങ്ങൾ അതിന്റെ ഒപ്പമുള്ള മറ്റു ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? കൂട്ടിയിടിക്കണം. കൂട്ടിയിടിക്കുമ്പോഴാണ് അത്ര കെമിക്കൽ റിയാക്ഷൻ നടക്കാന്ന് പറയുന്നത്. നമ്മള് ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടിട്ട് വെറുതെ വെക്കുന്നു, വേറൊരു ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടിട്ട്, അതായത് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇളക്കുന്നു. ഏതാ ആദ്യം അലിയ? ഇളക്കണത്. അതെന്താ കാരണം ചോദിച്ചാൽ അവിടെ അവിടെ ഞാൻ കാരണം പറഞ്ഞു. ഞാൻ അവിടെ എന്താ വേഗത, അതായത് അവിടെ ത്രഷോൾഡ് എനർജി കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളത്തിന്റെ തന്മാത്രയും പഞ്ചസാരയുടെ തന്മാത്രയും തമ്മിൽ കൂട്ടിമുട്ടുന്നു. അതാണ് കൊളീഷൻ. മനസ്സിലായ? ആ കൂട്ടിമുട്ടല് വേഗത്തിലാവുകയാണ്. കൂട്ടിമുട്ടലിന്റെ അളവ് എണ്ണം കൂടുകയാണ്. മറ്റ് വെറുതെ കിടക്കുമ്പോ കൂട്ടിമുട്ടൽ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അളവ് വളരെ കുറവാണ്. അപ്പോ കൂട്ടിമുട്ടലിന്റെ എണ്ണം കൂട്ടാൻ ഉള്ള മാർഗമാണ് നമ്മൾ പഞ്ചസാരയാണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ സംഗതി? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, ഗാഢത കൂടുമ്പോൾ അവിടെ ഇഫക്റ്റീവ് കൊളീഷനും ഇൻക്രീസ് ചെയ്യുന്നു. കോൺസിക്വന്റ്ലി റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ്. അതിന്റെ ഫലമായിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, പറഞ്ഞു മനസ്സിലായ? ഇനി മൂന്നാമത്തെ, സർഫേസ് ഏരിയ ഓഫ് സോളിഡ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് സർഫേസ് ഏരിയ. എന്താ സർഫേസ് ഏരിയ? പ്രതലപ്പരപ്പളവ് എന്ന് പറയും. അതിന്റെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന്റെ വേഗത. ഇത് നമ്മൾ പറഞ്ഞു, പൊടിച്ചിടുന്ന കാര്യം പറഞ്ഞു അല്ലെ? നമ്മൾ പഞ്ചസാര പൊടിച്ചിടുന്ന കാര്യമില്ലേ പറഞ്ഞു? ഇവിടെ പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ വേറെയാണ്. നോക്കാം. ലെറ്റ് us see how a sample of dilute HCl react with marble piece and then with marble powder of equal mass. അതായത് ഒരേ വലിപ്പമുള്ള 2 മാർബിൾ കഷ്ണങ്ങൾ എടുത്തു, അതിൽ ഒരെണ്ണം പൊടിച്ചു. എന്നിട്ട് ഈ പൊടിച്ചതും പൊടിക്കാത്തതും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാ പറയണത്. നോക്കൂ, അത് HCl പ്രവർത്തിക്കുമ്പോൾ നോക്കുക. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാ നോക്കാം. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാ? ഡൈല്യൂട്ടഡ് HCl അല്ലേ? പിന്നെ പൗഡേർഡ് മാർബിൾ. അപ്പോ ഇതിലേതാണ് പെട്ടെന്ന് പ്രവർത്തിക്കുക? ആ പാത്രത്തില് പൗഡേർഡ് ആണ് അല്ലെ? അതിന്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ. അതൊന്ന് വേണമെങ്കിൽ അടിയിൽ ഒന്ന് വരച്ച് പഠിച്ചോളൂ കേട്ടോ. പരീക്ഷയ്ക്ക് ഈ സാധനമൊക്കെ ചോദിക്കാറുണ്ട്. ഇക്വേഷൻ തന്നിട്ട് ഇത് എന്ത് പ്രവർത്തനമാണെന്ന് ചോദിക്കും. എപ്പോഴാണ് ഇത് കൂടുതൽ പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം? അപ്പോ നമ്മൾ പറയും CaCO3 എന്ന് പറയുന്ന സാധനമാണ് ഈ മാർബിൾ, ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയും. മാർബിൾ ആ സാധനം പൊടിച്ചിട്ടാൽ പ്രവർത്തനത്തിന്റെ വേഗത കൂടും.
കേൾക്കണ്ട? ഇനി വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? ഇനി ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ദ 2 beakers? ഈ 2 പാത്രത്തിലും നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. യെസ്. വാട്ട് അബൌട്ട് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇൻ ബോത്ത് ദ റിയാക്ഷൻസ്? 2 റിയാക്ഷനിലും ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? സെയിം ആണോ ഡിഫറെന്റ് ആണോ? സെയിം. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് മാർബിൾ? മാർബിളിന്റെ മാസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, മാസിൽ വ്യത്യാസമില്ല. കാരണം മാസിലല്ല വ്യത്യാസം, പിന്നെയോ മാസ് സെയിം ആണ്. പക്ഷെ ഒരെണ്ണം ആ ഒരു പീസ് അങ്ങനെ തന്നെ ഇട്ടു, മറ്റേതോ പൗഡർ ആയിട്ടിട്ടു. ഇനി വാട്ട് അബൌട്ട് ദ സർഫേസ് ഏരിയ ഓഫ് മാർബിൾ? മാർബിളിന്റെ സർഫേസ് ഏരിയ എന്താ? increases when it powdered. When it increased, when it powdered. In which case is the chance for greater number of acid molecules to get in contact with the marble in a given time? ഏത് സാഹചര്യത്തിലാണ് നമ്പർ ഓഫ് ആസിഡ് മോളിക്യൂൾസ് കൂടുതലായിട്ട് മാർബിളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് പറയുന്നത്? എന്താ? ഇനി വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് പൊല്യൂഷൻ വെൻ സർഫേസ് ഏരിയ ഇൻക്രീസസ്? ഈ സർഫേസ് ഏരിയ കൂടുമ്പോൾ ആ പൊല്യൂഷൻ റേറ്റിനും ഉണ്ടാകുന്ന മാറ്റം എന്താണ്? സർഫേസ് ഏരിയ കൂടുമ്പോൾ ഇൻക്രീസ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇഫ് മാർബിൾ ഈസ് ഫർദർ ക്രഷ്ഡ് ഓർ പൗഡേർഡ്? മാർബിൾ പൊടിച്ചപ്പോൾ, പൗഡർ ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? വിൽ ഇൻക്രീസ് അല്ലേ? അതിന്റെ റേറ്റ് ഓഫ് ഇത് കൂടിയെന്നവർ. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ? ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻവോൾവിംഗ് സോളിഡ്, ദ സർഫേസ് ഏരിയ ഈസ് എ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ശ്രദ്ധിക്കുക, നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുത്താൻ പോകുന്ന സാധനങ്ങൾ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്താൻ പോകുന്ന സാധനങ്ങൾ സോളിഡ് ആണെന്ന് വിചാരിക്കുക, ഖരവസ്തുക്കളാണെന്ന് വിചാരിക്കുക. കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂട്ടാനുള്ള മാർഗം എന്താ? അതിന്റെ എന്ത് കൂട്ടുക? സർഫേസ് ഏരിയ കൂട്ടുക. When solid are made into small pieces or powder, their surface area increase. As a result, the number of molecules undergoing effective collision also increases. നോക്കുക, ഈ ഖര വസ്തുക്കളെ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് അല്ലെങ്കിൽ പൊടിയാക്കിയാൽ their surface area increases. അതിന്റെ സർഫേസ് ഏരിയ എന്ത് ചെയ്യുന്നു? കൂടുന്നു. As a result, the number of molecules undergoing effective collision also increases. Effective collision rate എന്ത് ചെയ്യുന്നു? അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. Hence the rate of reaction increases. Rate of reaction എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നാ പറയുന്നത്. ഓക്കെ ഓക്കെ, അത് മനസ്സിലായില്ലേ? അത് പഠിക്കേട്ടാ. ഇനി it is clear now why firewood burn faster when they are cut into small pieces. Identify more example from our daily life to illustrate the increase rate of reaction with increase in surface area. അതായത് വിറക് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ ചില സമയത്ത് വിറക് ഒന്നുകൂടി ചെറുതാക്കിയിട്ട് നമ്മൾ വെക്കാറുണ്ട് അല്ലേ? എന്തിനാ അത് ചെറുതാക്കണത്? പെട്ടെന്ന് കത്താൻ എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല പറയാ. ഇനി മുതൽ നമ്മൾ പറയേണ്ടത് വിറകിന്റെ വലിപ്പം കുറച്ചാൽ, അതായത് ചെറുതാക്കിയാൽ വിറകിന്റെ പരപ്പളവ് കൂടും, ഏരിയ കൂടും. ഏരിയ കൂടിയാൽ വിറക് പെട്ടെന്ന്, അതായത് കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടും, കത്തുന്നതിന്റെ വേഗത കൂടും. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, വിറക് എന്തിന് ചെറുതാക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി ഇതാണ്. പെട്ടെന്ന് കത്താൻ എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടില്ല. നമ്മൾ പറയേണ്ടത് എന്താ? പറയൂ, എന്താ പറയാ? വിറകിന്റെ ഏരിയ കൂട്ടാൻ. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്ന് പറയും മലയാളത്തില്. മലയാളികൾ ശ്രദ്ധിക്കുക, മലയാളികള് ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. നിങ്ങൾ മലയാളത്തിൽ തന്നെ ഇപ്പൊ പരപ്പളവ് എന്ന് എഴുതണ്ട. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ പറയാണ് വിറകിന്റെ ഏരിയ കൂട്ടാൻ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു കാരണവശാലും പരപ്പളവ് എന്ന് എഴുതരുത് കേട്ടാ. ഇംഗ്ലീഷിൽ എന്ത് തന്നെ എഴുതണം? അപ്പൊ മലയാളികള് ഏരിയ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഇംഗ്ലീഷുകാര് പക്ഷെ ഏരിയ എന്ന് ഒരു കാരണവശാലും എഴുതരുത്.
അല്ല സോറി, പരപ്പളവ് എന്ന് എഴുതരുത്, നോക്കാം. അപ്പൊ ഇവിടെ ഇത് പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നുണ്ട്. ഇനി അടുത്തത് കേട്ടാ, അടുത്ത എന്താ? ടെമ്പറേച്ചർ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ, താപനിലയും രാസപ്രവർത്തന വേഗതയും. നോക്കൂ, ലെറ്റ് us see the influence of temperature in reaction between sodium thiosulfate and hydrochloric acid. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സോഡിയം തയോസൾഫേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, വാട്ടർ, ബോയിലിംഗ് ട്യൂബ്, സ്പിരിറ്റ് ലാമ്പ്. ഇപ്പൊ ബോയിലിംഗ് ട്യൂബ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇതന്നെ, ഏത് ടെസ്റ്റ് ട്യൂബ് തന്നെ, പക്ഷെ അത് ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനെ നിന്ന് വിളിക്കും, ചൂടാക്കാൻ പറ്റുന്ന ടെസ്റ്റ് ട്യൂബാണ് ഇത്, ബോയിലിംഗ് ട്യൂബ്. സ്പിരിറ്റ് ലാമ്പ് എന്തിനു ഉപയോഗിക്കുന്നതാ? അല്ലെ, വിളക്ക്, ചിമ്മിനി എന്ന് പറയും നമ്മൾ, കത്തിക്കാനായിട്ട്, ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി പ്രൊസീജിയർ: പ്രിപ്പയർ ഡൈല്യൂട്ട് സോഡിയം thiosulfate in a beaker, take equal volume of the solution in 2 boiling tubes, heat 1 boiling tube for some time, add dilute hydrochloric acid in equal amount in both boiling tube. നോക്കൂ, എന്താ ഇവിടെ പറയണത്? ഇവിടെ ടെമ്പറേച്ചറും കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും തമ്മിലുള്ള ബന്ധമാണ് നമ്മളോട് പറയുന്നത് കേട്ടാ. ടെമ്പറേച്ചറും കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും തമ്മിലുള്ള ബന്ധം. അതിലെന്താ പറയണത്? സോഡിയം തയോസൾഫേറ്റ് ഒരു ബീക്കറിൽ എടുക്കാൻ എങ്ങനെയുള്ളത്? ഡൈല്യൂട്ടഡ്. ഡൈല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച സോഡിയം തയോസൾഫേറ്റ് ഒരു ബീക്കറിലെടുത്ത് അതിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള അളവിൽ ഈ ലായനി എടുത്തിട്ട്, സോഡിയം തയോസൾഫേറ്റിന്റെ ലായനി എടുത്തിട്ട് 2 ബോയിലിംഗ് ട്യൂബിൽ ഒഴിക്കുക, 2 ടെസ്റ്റ് ട്യൂബിൽ അഥവാ ബോയിലിംഗ് ട്യൂബിൽ ഒഴിക്കുക. എന്നിട്ട് അതിൽ ഒരെണ്ണം ചൂടാക്കുക. എന്നിട്ട് 2ലും നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലേക്ക് ചേർക്കാൻ, നേർപ്പിച്ചത് ചേർക്കുമ്പോൾ എന്താ കാണാന്നറിയോ? ഇതിന്റെ 2ന്റെയും ചുവട്ടിൽ വെളുത്ത ഒരു വസ്തു ഉണ്ടാകും. വെളുത്ത വസ്തു. ഇതിൽ ആദ്യം വെളുത്ത വസ്തു ഉണ്ടാവുക ഏതിലാണെന്നറിയോ? ഏതിലാ? ചൂടാക്കിയതിലാണോ ചൂടാക്കാത്തതിലാണോ? ചൂടാക്കിയതിലാണ് ആദ്യം ആ വസ്തു ഉണ്ടാവുക. അപ്പൊ അതാണ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ. അപ്പൊ നമ്മൾ എന്താ കാണുന്ന കാഴ്ച? ഫോം എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാണുന്നു. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്തു. ഇൻ വിച്ച് ബോയിലിംഗ് ട്യൂബ് ഈസ് ദ പ്രസിപ്പിറ്റേറ്റ് ഫോംഡ് ഫാസ്റ്റർ? ഏത് ട്യൂബിലാണ് ഈ പ്രസിപ്പിറ്റേറ്റ് വേഗത്തിലുണ്ടാവുക? എന്താ? ഹീറ്റഡ് ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബ്. വാട്ട് ഈസ് ദ കളർ ഓഫ് പ്രസിപ്പിറ്റേറ്റ്? അതിന്റെ കളർ എന്താ? വൈറ്റ് ആണ്. ദ കളർ ചേഞ്ച് ഈസ് ഡ്യൂ ടു പ്രസിപ്പിറ്റേഷൻ ഓഫ് കളർ സൾഫർ ഇൻ ബോത്ത് ബോയിലിംഗ് ട്യൂബ്. അപ്പോൾ ഈ സൊല്യൂഷന്റെ കളർ മാറിയിട്ട് അതിന്റെ അടിയിൽ വെളുത്ത നിറം വരികയാണ്. അപ്പൊ വെളുത്ത നിറത്തിലുള്ള വസ്തു താഴത്തുണ്ടായത് കൊണ്ട് സൊല്യൂഷന്റെ കളർ മാറി എന്നാ പറയണം. ഞാൻ കെമിക്കൽ ഇക്വേഷൻ താഴത്ത് തന്നിട്ടുണ്ട്. എന്താ അത്? NO2 H2O3 + 2HCl gives എന്താ? NaCl. ഇതും പഠിക്കേട്ടാ, നേരത്തെ നമ്മള് പറഞ്ഞില്ലേ, അതാണ്. ഓക്കെ. അപ്പോ ഫ്രം ദിസ് എക്സ്പെരിമെന്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസ്ഡ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഏത് ഫാക്ടറാണ് റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏത് ഫാക്ടറാണ്? ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോഴാണ് ത്രെഷോൾഡ് എനർജിയുടെ കാര്യം പറയുന്നത്. എന്താണ് ത്രെഷോൾഡ് എനർജി? ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ മോളിക്യൂൾ ഷുഡ് അറ്റൈൻ എ സർട്ടൻ മിനിമം കൈനറ്റിക് എനർജി. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാ മോളിക്യൂൾസും കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടില്ല. കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടണമെങ്കിൽ മോളിക്യൂൾസിന് ഒരു മിനിമം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കണം. അതിനെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. Energy as well as speed of molecules increases when reactant are heated. There is temperature increases. The number of molecules with threshold energy increases. As a result, number of effective collision increases. Thus, rate of reaction also increases. നമ്മൾ പഠിക്കേണ്ട ഒരു വാചകാട്ടാ. എങ്ങനെയാണ് താപനില കൂടുമ്പോൾ എങ്ങനെയാണ് രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നത്? അതാണ് ഇപ്പൊ ആ വാചകത്തിൽ പറഞ്ഞത്. എങ്ങനെയത്? when temperature increases
number of molecules with threshold energy increases. മോളിക്യൂൾസിന്റെ ത്രഷോൾഡ് എനർജി കൂടുന്നു, അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജി കൂടുകയല്ല, ത്രഷോൾഡ് എനർജിയിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. As a result, number of effective collision increases. അതിന്റെ ഫലമായിട്ട് ഇഫക്റ്റീവ് കൊളീഷനും എന്ത് ചെയ്യുന്നു, കൂടുന്നു. Thus rate of reaction also increase. അങ്ങനെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു. എന്താ പറയുന്നത്? ടെമ്പറേച്ചർ. നേരത്തെ വരുന്നത് temperature is an important factor which influences the rate of reaction. As temperature increases, the rate of reaction also increases. അങ്ങനെ ടെമ്പറേച്ചർ ഒരു ഇഫക്റ്റീവ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നതിൽ. എസ് ടെമ്പറേച്ചർ, അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷനും എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിന്റും പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒരു ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ അവസാനിപ്പിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, കുറച്ചുണ്ട്. അപ്പൊ എന്തായാലും ഒരു ക്ലാസ് കൂടി വേണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ. ഓക്കെ. അതിന് നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരി മനസ്സിലായി കഴിഞ്ഞാൽ കേട്ട് പഠിച്ചാൽ ജസ്റ്റ് ആൻസർ ചെയ്തോളൂ. അല്ലെങ്കിൽ എന്താ കുഴപ്പം, പരീക്ഷ ആദ്യം പോയിട്ട് നമ്മൾ ആദ്യം തപ്പലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊന്നും ഇതാക്കി കഴിഞ്ഞാൽ ടോപ്പിക് നന്നായിട്ട് മനസ്സിലാക്കും. ഈ പാസേജ് എഴുതാൻ ടോപ്പിക് ആയിട്ട് അതാണ് ഞാൻ എനിക്കത് പറഞ്ഞുതരാൻ പറ്റാത്ത. ഈ ലെസൺ മാത്രം ഇന്ന് ചെയ്ത് വെച്ച് ഇന്ന് വേറെ ജോലിക്ക് പോകണ്ട. എനിക്ക് ഞാൻ നാളെ ലീവ് കൊടുക്കാൻ പോകും. ലീവ് കൊടുത്തോ? നാളെ നാളെ മറ്റന്നാൾ അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഇതൊന്ന് നമുക്കൊരു ദിവസം വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇതൊന്ന് പഠിച്ചിട്ട് വരും നാളെ. ഇത് മാത്രം മറ്റൊന്നും നോക്കിട്ടോ, അല്ലെങ്കിൽ അടുത്തൊരു പാഠം കവിതകൾ ആദ്യം നോക്കിക്കോ. ശരി സാർ.
Okay, good morning. Good morning, sir. ഞാൻ അറ്റൻഡൻസ് ഒന്ന് വിളിക്കാം ഉണ്ടാ. ഏതാ നമ്മുടെ വിഷയം? ലാംഗ്വേജ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മള്? ലാംഗ്വേജാ അല്ലല്ലോ, ഇത് ശരിക്കും സയൻസ് അല്ലേ? ഇന്നപ്പോ നമ്മള് സയൻസിന് എടുക്കാം. സയൻസിന്റെ അന്ന് സയൻസ് തന്നെ, നമ്മൾ ഇനി ലാംഗ്വേജിന്റെ അന്ന് ലാംഗ്വേജ് എടുക്കാം കേട്ടോ ഈ ആഴ്ച തൊട്ടിട്ട്. അപ്പൊ സയൻസ് നമ്മൾ ഒരുവിധം സ്പീഡായില്ലേ?
സയൻസ് ഇത്തിരി പിന്നാക്കം പോകുമ്പോ നമ്മളിടയ്ക്ക് ലാംഗ്വേജ് ഒന്ന് മാറ്റിയിട്ടിട്ട് അങ്ങനെ നമ്മൾ എടുക്കാറ്, അല്ലെങ്കിൽ കേറില്ല. വെറുതെ നമ്മൾ ലാംഗ്വേജ് കുറെ എടുത്തിട്ടും കാര്യമില്ലല്ലോ. നിങ്ങളെ കൊണ്ട് ശരിക്കും ലാംഗ്വേജ് എടുത്താൽ വായിപ്പിച്ച് ക്ലാസ്സിൽ വായിപ്പിച്ച് വായിക്കാൻ കിട്ടാത്ത ആൾക്കാർ 2 വീക്കൊക്കെ വീക്കിയിട്ട് വേണം ക്ലാസ് എടുക്കാൻ. ഇതിപ്പോ നിങ്ങളെ വീക്കാനായിട്ട് എനിക്ക് കയ്യിൽ കിട്ടണ്ടേ? ഒക്കെ ഇപ്പൊ ഞാൻ നോക്കട്ടെ, ചോദിക്കട്ടെ. ഞാൻ ഇപ്പൊ വിളിക്കാം 1 മിനിറ്റ്. അല്ല, ഇന്ന് 20-ാം തീയതി അല്ലേ? ഏഞ്ചോ വന്നിട്ടില്ല. ജുവാൻ, നീരജ്, കാർത്തിക്, ജോമസ്റ്റൈൻ, ഏതൻ, അരുൺ കൃഷ്ണ, ഹെവന, ബബിത, ഐശ്വര്യ. ആർക്കൊക്കെയോ എന്തൊക്കെയോ പരീക്ഷകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐശ്വര്യൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പരീക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മാഷ് കാണുക. അതിപ്പോ കുറച്ച് നേരത്തെയാണ് മെസ്സേജ് കണ്ടത് ഞാൻ. എപ്പോഴാ ഇപ്പൊ ആരാ വന്നത്? എന്താ അരുണ? അരുൺ വിളിച്ചല്ലേ, നമ്മളെ പേര് വിളിച്ചല്ലേ? ശരി, ഓക്കെ. ഇപ്പൊ നമ്മള് സയൻസ് പാഠം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. നമുക്ക് പുതിയ പാഠം തുടങ്ങണം അല്ലേ? കോഴ്സ് കഴിഞ്ഞില്ലേ നമ്മുടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബേസിക് സയൻസ്, ഇംഗ്ലീഷ്. ഓക്കെ, നമ്മൾ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മള് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് ഇൻ സെൽ ക്ലസ്റ്റേഴ്സ്, ബയോളജി അങ്ങനെ 2 എടുത്തു. ഇനി ലെറ്റ്സ് റിഗെയിൻ അവർ ഫീൽഡ് എന്ന് പറയുന്ന 3-ാമത്തെ ഒരു യൂണിറ്റ് ഉണ്ട്. അത് എടുത്തിട്ടില്ലല്ലോ നമ്മള്? പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എടുത്തു, ബേസിക് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മാറ്റർ എടുത്തു, പിന്നെയോ കെമിക്കൽ ചേഞ്ചസ് എടുക്കാണ്ട്, പിന്നെ മെറ്റൽസ് എടുത്തു, മെഷർമെന്റ് യൂണിറ്റ്സ് എടുത്തു, മോഷൻ എടുത്തു. അല്ല, മെറ്റൽസ് സോറി മെറ്റൽസ് കെമിസ്ട്രിയാ. മെഷർമെന്റ്. അപ്പോ നമുക്കിനി ഫിസിക്സിൽ ഒരു പാഠം അവശേഷിക്കുന്നുണ്ട്. എന്താണ് മാഗ്നറ്റിസം. കെമിസ്ട്രിയിൽ നമുക്ക്, ബയോളജിയിൽ നമുക്ക് ഒരു പാഠം അവശേഷിക്കുന്നുണ്ട് അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് മാത്രമുള്ള എൻ്റെ ബുക്കില്. അല്ല, ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ് എന്ന് പറയുന്ന ഒരു പാഠം, അതും അതന്നെ ഉള്ളൂ 3-ാമത്തെ. 4 പാഠം ഉണ്ടോ നിങ്ങളുടെ ബുക്കില്? ബയോളജി എത്ര പാഠം? കെമിസ്ട്രിയിൽ ഇനിയുള്ളത് കെമിക്കൽ ചേഞ്ചസ് കഴിഞ്ഞ് മെറ്റല്. അതിൽ കെമിക്കൽ ചേഞ്ചസ് നമുക്ക് എടുക്കാണ്ടില്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എടുത്തു, ബേസിക് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മാറ്റർ എടുത്തു, കെമിക്കൽ ചേഞ്ചസ് എടുക്കാണ്ട്. കെമിക്കൽ ചേഞ്ചസ് എടുത്താലോ നമുക്ക്?
80. ഓക്കെ, നോക്കൂ. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കില് ശ്രദ്ധിക്കും. എൻ്റെ അമ്മേ, നേരത്തെ റെക്കോർഡിങ്ങിലൊക്കെ നടന്നത്